നമസ്കാരം. മയക്കുമരുന്നാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും മാരകമായ ഒരു സാമൂഹ്യ പ്രശ്നം. കേരളത്തിലെ എല്ലാ സംഘടനകളും, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, മിക്കവാറും എല്ലാ പ്രസ്ഥാനങ്ങളും, വ്യക്തികളും, രാഷ്ട്രീയ പാർട്ടികളും, അവരുടെ യുവജന പ്രസ്ഥാനങ്ങളും, സാംസ്കാരിക വിഭാഗങ്ങളും, വനിതാ വിഭാഗങ്ങളും ഒക്കെ മയക്കുമരുന്നിനെതിരായി നിരന്തരമായി ശബ്ദിക്കുന്നു, പരിപാടികൾ സംഘടിപ്പിക്കുന്നു, ഉത്ബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു, ബോധവൽക്കരണം നടത്തുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ആകെ ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം നിറഞ്ഞു നിൽക്കുന്നു. സർക്കാരിൻ്റെ പരിപാടികളിലും, സർക്കാരിൻ്റെ ഈ 4ാം വാർഷികാഘോഷ പരിപാടികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം മയക്കുമരുന്ന് വിരുദ്ധമായ പ്രചാരണമാണ്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: ആരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത്? അവരെ ഫലപ്രദമായി നേരിടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത് കഴിയാത്ത കാലത്തോളം അത് ചെയ്യേണ്ടവർ യഥാർത്ഥത്തിൽ ആരാണത് ചെയ്യേണ്ടത്? ഭരണകൂടമാണത് ചെയ്യേണ്ടവർ. ഭരണകൂടത്തിൻ്റെ ഏജൻസികൾ വളരെ കൃത്യമായും കണിശമായും പണിയെടുത്താൽ 1 ഗ്രാം കഞ്ചാവാകട്ടെ, ഈ ഹൈബ്രിഡ് ഗഞ്ച ആവട്ടെ, അതായത് ഈ കഞ്ചാവ്, സങ്കരസ്വാമി എന്നൊരു പേരുണ്ട്, അതാവട്ടെ, അല്ലെങ്കിൽ കെമിക്കൽ തരത്തിലുള്ള ഡ്രഗ് മയക്കുമരുന്നുകളാവട്ടെ, എന്തു തരമായാലും, എന്തു പേരിട്ട് വിളിച്ചാലും അത് എങ്ങനെയാണ് ഗവൺമെൻറ് അറിയാതെ കേരളത്തിലേക്ക്, ഗവൺമെൻറ് അറിയാതെ എന്ന് ഞാൻ പറയുന്നത് അറിഞ്ഞുകൊണ്ട് എന്നല്ല, കടക്കാൻ പാടില്ല. അങ്ങനെ ഒന്ന് കേരളത്തിൻ്റെ അതിർത്തി കടന്നിട്ട് 1 ഗ്രാം പോലും കേരളത്തിൻ്റെ സാമൂഹ്യ ചിത്രത്തിലേക്ക് വരാൻ പാടില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചാൽ വരുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ഏറ്റവും ഒടുവിൽ ഉയർന്നിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നാണ്. നമ്മളെല്ലാവരും പറയുന്നു സിനിമാക്കാർ മയക്കുമരുന്ന്, സിനിമാ ലോകത്തെ മയക്കുമരുന്ന്, യാതൊരു തർക്കവുമില്ല. സിനിമാ ലോകത്തിന് വേറൊരു ധാർമ്മികതയാണ്. അവിടെ സ്ത്രീകളോട് പെരുമാറുന്നതിന് അവരുടേതായ ധാർമ്മികതയാണ്. അതൊന്നും നമ്മുടെ നാട്ടിൻ്റെയോ നമ്മുടെ കാലത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക ബോധത്തിൻ്റെയോ ഒന്നും ഭാഗമല്ല. അവിടുത്തെ ധാർമ്മികത വേറെയാണ്. അവിടെ സ്ത്രീകളോട് പെരുമാറുന്നതിന് അവരുണ്ടാക്കി വെച്ച അവരുടെ ധാർമ്മികതയുണ്ട്. അവിടെ മയക്കുമരുന്നിന് അതിൻ്റെ ധാർമ്മികതയുണ്ട്. അവിടെ സിഗരറ്റിന്, അവരുടെ മദ്യത്തിന്, അവിടെയൊക്കെ അവരുടെ ഒരു ധാർമ്മികതയാണ്. അതുകൊണ്ട് ഈ സിനിമാ ലോകം മയക്കുമരുന്ന് കഴിക്കുന്നത്, മദ്യപിക്കുന്നത്, സിഗരറ്റ് പുകവലിക്കുന്നതൊക്കെ കാണികളെ കാണിച്ചിട്ട് കാണികൾക്ക് പ്രചോദനം നൽകുന്നു എന്ന് മാത്രമല്ല, അതിനകത്തത് ഉപയോഗിച്ച് കാണിക്കണം. അക്ഷരാർത്ഥത്തിൽ സിനിമാ ലോകത്തുനിന്ന് പുറത്തു വരുന്ന വാർത്തകളാണ് ഇന്ന് മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന വാർത്തകളേക്കാൾ ഞെട്ടിക്കുന്നത്. നമ്മുടെ മനസ്സിൽ വലിയ ആരാധനയോടെ നമ്മുടെ പ്രേക്ഷക സമൂഹം കാണുന്ന, വലിയ വീരാരാധനയോടെ കാണുന്ന താരങ്ങളൊക്കെ തന്നെ മയക്കുമരുന്നിൻ്റെ ഏജൻറ്റുമാരോ മയക്കുമരുന്നിൻ്റെ അടിമകളോ ആണ് എന്നറിയുമ്പോൾ പതുക്കെ മയക്കുമരുന്നിനോടുള്ള വിരോധവും കുറഞ്ഞു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒടുവിൽ പുറത്തു വന്ന വാർത്ത ഞെട്ടിക്കുന്നതാണല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഏപ്രിൽ മാസം 16-ാം തീയതി, കൃത്യം ഏതാണ്ട് ഒരു മാസം മുമ്പ് നടൻ ഷൈൻ ടോം ചാക്കോ കലൂരിലെ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടക്കുന്നു. അവിടെ ഇരുന്ന് അദ്ദേഹം മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ കൃത്യമായി, ഇവർക്കൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ്, ആരൊക്കെയോ കൃത്യമായി വിവരം കൊടുക്കുന്നു. ഈ ശത്രുക്കൾ പക്ഷേ രാജ്യസ്നേഹികളാണെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അവർ കൊടുത്ത വിവരമനുസരിച്ച് കലൂരിലെ ഹോട്ടലിൽ റെയ്ഡിന് പോലീസ് എത്തി എന്ന വിവരം ഷൈൻ ടോം ചാക്കോ അറിയുന്നു. അവർ മുന്നിലൂടെ നേർവഴിക്ക് പോലീസ് വരുമ്പോൾ ഇദ്ദേഹം പിന്നാമ്പുറത്തൂടെ ചാടി ഓടി ഈ പ്രാണൻ അപായപ്പെടുത്തി. എന്തായാലും അദ്ദേഹം അന്ന് രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹം പിന്നീട് പോലീസിൽ കീഴടങ്ങുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യം എടുക്കുന്നു. കാരണം ഇവരുടെയൊന്നും കയ്യിൽ ഇതിൻ്റെയൊക്കെ ഒരു നിയമം വളരെ ബാലിശമാണ്. ഇവരുടെ കയ്യിൽ 1 കിലോ കഞ്ചാവ് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ പറ്റും. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ വെച്ചിരിക്കുന്ന അളവ് കുറവായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കൂടുതലുള്ളത് അത്രയോ ദിവസങ്ങളായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ഏപ്രിൽ 16 ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത ദിവസം, അല്ലെങ്കിൽ റെയ്ഡ് നടത്തിയ ദിവസം. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു സംഭവം, അതും കൊച്ചിയിൽ തന്നെ, അതും സിനിമക്കാർ തന്നെ. ഏപ്രിൽ 27 മറൈൻ ഡ്രൈവിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് ചെയ്തു. കൃത്യമായ വിവരം കിട്ടിയപ്പോഴാണ് ആ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് സിനിമയിലെ ഒരു ഷൈൻ ടോം ചാക്കോ നമ്മുടെ മലയാളത്തിലെ സിനിമാ നടന്മാരിൽ 2ാം നിരയിലോ 3ാം നിരയിലോ ഒക്കെ വരുന്ന ഒരാളാണ്. എന്നാൽ നമ്മുടെ സംവിധായക നിരയിൽ പുതുനിര സംവിധായകരിൽ 1ാം നിരയിൽ വരുന്ന 2-3 പേരെയാണ് അന്ന് പിടിച്ചത്. ഏപ്രിൽ 27 സംവിധായകൻ, ശരിക്കും അത് ഈ സംവിധായകനായ സമീർ താഹിറിൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റാണ്.
അവിടെ ഇരുന്ന് മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് പ്രധാനികൾ, അവരും സിനിമയിലെ വമ്പന്മാരാണ്. ഒന്ന് ഖാലിദ് റഹ്മാനാണ്, പേരുകേട്ട ഡയറക്ടറാണ്. ആലപ്പുഴ ജിംഖാന, തല്ലുമാല, ഉണ്ട തുടങ്ങിയ സിനിമകളുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നയാൾ അഷ്റഫ് ഹംസയാണ്. അദ്ദേഹമാണെങ്കിൽ തമാശയുടെയും ഭീമൻ്റെ വഴിയുടെയൊക്കെ സംവിധായകനാണ്. രണ്ട് പ്രമുഖരായ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ അവർക്ക് കൂട്ടാളിയായിട്ട് ഷാലിഫ് മുഹമ്മദ് എന്നൊരു സഹായിയും സുഹൃത്തും ഉണ്ടായിരുന്നു. ഈ ഷാലിഫ് മുഹമ്മദ് ഇവരെ റെയ്ഡ് ചെയ്തു. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് ആകെ 1.5 ഗ്രാം കഞ്ചാവ്, സാധാരണ കഞ്ചാവല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡ് ഗഞ്ച, ഈ സങ്കരസാമി എന്ന് വിളിക്കുന്ന കഞ്ചാവാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അതായത് ഈ മേത്തരം ഗുണനിലവാരമുള്ള 2 ഇനം കഞ്ചാവ് ചെടികൾ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന ഒരു സങ്കര ഹൈബ്രിഡാണ് ഉൽപ്പന്നമാണ്, സങ്കര ഉൽപ്പന്നമാണ്. അതുകൊണ്ട് അത് മേത്തരം അതിനേക്കാൾ വലിയ വീര്യവും നിലവാരവും കൂടുതലാണ് അത്ര അതിന്. അതുകൊണ്ട് അതിൻ്റെ 1.5 ഗ്രാമേ പിടിച്ചുള്ളൂ. അതുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞാൽ പണി തീർന്നോ? അത്രയേ ഉള്ളൂ. മയക്കുമരുന്ന് എന്ന് പറയുന്ന കേസ്, രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തിയാൽ ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ്? ഇവരെ ജാമ്യത്തിൽ വിട്ടാൽ ആ കേസ് തീർന്നോ? പിന്നെ വേറെ എവിടെയെങ്കിലും റെയ്ഡ് നടത്തിയിട്ട് പിന്നെയും അറസ്റ്റ് ചെയ്ത് പിന്നെയും ജാമ്യത്തിൽ വിട്ടാൽ മതിയോ? ഇതിന് പ്രധാനപ്പെട്ടൊരു ചോദ്യം എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യം ഇവർ ചോദിച്ചല്ലോ. അപ്പോൾ ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ പറയുന്നത് ഷാലിഫ് മുഹമ്മദ് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഷാലിഫ് മുഹമ്മദ് വാങ്ങിയിട്ട് കൂട്ടുകാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അതാണ് മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിലിരുന്നിട്ട് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്, അനുഭവിച്ചുകൊണ്ടിരുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഷാലിഫ് മുഹമ്മദ് വാങ്ങിക്കൊണ്ടുവന്നു, എവിടുന്ന് വാങ്ങി? അതല്ലേ ചോദ്യം. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥിരമായി മലയാള സിനിമാ ലോകത്തിന് ഇത് എത്തിച്ചു തരുന്ന ഒരു ഏജൻ്റ് ഉണ്ട്, ഞങ്ങൾ അയാളോടാണ് ആരാണ് ആ ഏജൻറ്റ്? ആ ഏജൻറ്റിന് പേരില്ല. ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചു വരുന്നു. എവിടെയും അദ്ദേഹത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ചു. ആരായി പറയുന്നത്? രാത്രിക്ക് രാത്രി ആഗോള കുറ്റവാളികളെ പിടിക്കാൻ ശേഷിയുള്ള കേരള പോലീസ്, കേരളത്തിലെ ഈ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മണം പിടിച്ച് ഈ മയക്കുമരുന്ന് വിൽക്കുന്നവരെ ഫോളോ ചെയ്ത് പിടിക്കാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവർ പറയും 1 മാസം. ആലോചിച്ച് നോക്കൂ, ഷൈൻ ടോം ചാക്കോയുടേത് 1 മാസമായി. ഏപ്രിൽ 27 എന്ന് പറഞ്ഞാൽ എത്രയായി? 20, ഇപ്പോൾ ഏതാണ്ട് 15 ദിവസം, 15-16 ദിവസം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയിലേറെ കഴിഞ്ഞു. ഇപ്പോഴും ഈ മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിറ്റതാരാണ്, ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് എന്ന വിവരം അവർ പറയുന്നത് ഞങ്ങൾ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അയാളെ പിടിച്ചിട്ടില്ല. അയാൾ എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ. ഫോൺ ഓഫ് ചെയ്തു എന്ന കാരണം കൊണ്ട് കേരളത്തിലെ പോലീസിന്, കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം മാരകമായ കേസിലെ ഒരു കൊടും കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണ്? ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആരാണ് 17 ദിവസം കഴിഞ്ഞിട്ടും ആരാണ് നമ്മുടെ ഈ വമ്പന്മാർക്ക്, ഈ കേരളത്തിലെ മലയാള സിനിമയിലെ ഈ വമ്പന്മാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന ആരാണ് എന്ന് മാത്രം കണ്ടുകിട്ടാത്തത് എന്തുകൊണ്ടാണ്? പിടിക്കാൻ പറ്റാത്തത് എന്താണ്? ആരൊക്കെ ആയിരിക്കും ഇവരെ രക്ഷിക്കുന്നത്? സിനിമക്കാരുടെ താല്പര്യം, സിനിമാക്കാർക്ക് മയക്കുമരുന്ന് എത്തേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ്? ഈ സിനിമാക്കാരുടെ പണവും അവരുടെ കള്ളപ്പണവും വെളുപ്പിക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ടോ? എന്തുമാത്രം ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട്? ഇവരെയൊക്കെ, ഈ സിനിമയിലെ മഹാരാജാക്കന്മാരെ, മഹാതാരങ്ങളെയൊക്കെ വീരാരാധനയോടെ കാണുന്ന, താരാരാധനയോടെ കാണുന്നവർ ഏത് മേഖലയിലാണ് ഇല്ലാത്തത്? അതുകൊണ്ട് നമ്മുടെ ഭരണകൂടവും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും ചേർന്ന് വളരെ സമർത്ഥമായി മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഏത് കണ്ണിയാണോ അറുത്ത് കളയേണ്ടത് അതുമാത്രം ചെയ്യുന്നില്ല. കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് മലയാള സിനിമയിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നയാളെ മാത്രം, അദ്ദേഹത്തെ മാത്രം ഇപ്പോഴും കണ്ടുകിട്ടാത്തത് എന്തുകൊണ്ടാണ്? എവിടെയാണ് കുഴപ്പം മയക്കുമരുന്ന് കിട്ടുമ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് ആണോ? അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഇരുന്നിട്ട് സൗകര്യപൂർവ്വം കിട്ടിയാൽ അതൊന്ന് ആസ്വദിച്ചു നോക്കുന്നവർക്കാണോ കുറ്റം? അതല്ല, ഇത് നിരോധിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കാത്തവരാണോ? ആരാണ് യഥാർത്ഥ കുറ്റക്കാർ? ഈ ചോദ്യമാണ് കൊച്ചിയിൽ നിന്നും, മലയാള സിനിമയിൽ നിന്നും, കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല. ആർക്കും. നന്ദി, നമസ്കാരം.